സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ എസ് പിയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഡിവൈഎസ്പി ഐസക് കുരുവള കേസിൽ ഉഴപ്പുന്നതിനെ കുറിച്ച് വീണ്ടും സൂചിപ്പിക്കുന്നു. മാഡം പേടിക്കണ്ട, അയാൾക്കുള്ള ഒരു സമ്മാനവുമായിട്ടാണ് ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത്. അയാളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. മാഡം എന്തായാലും നന്നായി എന്നൊക്കെ പറയുന്നു. ശേഷം അവിടേക്ക് ഐസക് എത്തുന്നുണ്ട്. എന്താ സാറേ പെട്ടെന്ന് വിളിപ്പിച്ച്? ആ മേഡം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ദീപിക്കും എസ് പി ഒക്കെ സല്യൂട്ട് കൊടുക്കുകയാണ്. അതോ തനിക്കേ മുകളിൽ നിന്നും ഒരു അനുമോദന നോട്ടീസ് വന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്ന് വിളിപ്പിച്ചതാ. ദാ ഈ കത്തങ്ങ് സ്വീകരിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 3 മാസത്തേക്കുള്ള സസ്പെൻഷൻ ഓർഡർ അങ്ങ് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട് ഐസക്ക്. ഇനി സുഖമായിട്ട് വീട്ടിലിരിക്കാം, എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത്. സർ, ഇങ്ങനൊരു ശിക്ഷ വേണമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് താൻ ചോദിച്ചു വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി ആണെങ്കിൽ ഇറങ്ങി പോകാൻ പറയുന്നു. എന്തായാലും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് ദേവികയെ കാത്തിരിക്കുന്നത്. സ്പെഷ്യൽ ടീമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, വസുന്ധര IPS തന്നെയാണ്. അങ്ങനെ വസുന്ധരയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. ആദ്യം കാണുന്നത് പ്രഭാവതിയെയാണ്. അങ്ങനെ പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മോനെ കണ്ടെത്തി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ എങ്ങനെ ചോദിക്കുന്നത്, മേഡത്തെ നമുക്ക് വിശ്വസിക്കാമെന്നൊക്കെ ദേവിക പറയുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത CP അറിയുന്നുണ്ട്. CP ആണെങ്കിൽ അരുന്ധതിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് പറയുക, മേഡം, നമ്മുടെ ഋഷിയുടെ കേസ് എത്രയും പെട്ടെന്ന് തെളിയും. എന്തത്ര ആത്മവിശ്വാസം? അതോ ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ആരാന്നറിയോ? വസുന്ധര IPS ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും വസുന്ധര അന്വേഷണം മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.